ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാൻ 3:3. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നിക്കോദിമോസ് എന്ന പരീശ പ്രമാണി രാത്രിയിൽ യേശുവിനെ സന്ദർശിക്കാൻ വന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ധ്യാനം. യഹൂദ മതമാകുന്ന രുചിയോ ഗുണമോ ഇല്ലാതിരുന്ന പച്ചവെള്ളത്തിലേക്ക് ദൈവരാജ്യ സന്ദേശം പകർന്നു നൽകി അതിനെ മുന്തിരിച്ചാറാക്കി മാറ്റുകയും ആരാധനയെ ശുദ്ധീകരിച്ച് നിർമ്മലമാക്കുകയും ചെയ്ത യേശു അങ്ങനെ അത്ഭുതങ്ങൾ കണ്ട് വിസ്മയിക്കുകയും ഉപരിപ്ലവമായി മാത്രം യേശുവിൻ്റെ ആളത്വത്തെ കാണുകയും ചെയ്തവർക്ക് യേശു ശിഷ്യർ എന്ന പദവി നൽകിയില്ല. ഇരുളിൻ്റെ മറവിൽ യേശുവിനെ കാണാൻ വന്ന നിക്കോദിമോസും ഒരു തരത്തിൽ ഉപരിപ്ലവ പ്രതികരണം നടത്തുന്ന ആളായി മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ യേശുവും നിക്കോദിമോസും തമ്മിലുള്ള സംവാദം നാം പിൻപറ്റുവാനുള്ള ഒരു പിടി ദൈവരാജ്യ സത്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്ന്, യഹൂദ മതസമൂഹത്തിലെ ഉന്നത സ്ഥാനമോ പ്രകട വിനയത്തോടുകൂടെയുള്ള സമീപനമോ അദ്ദേഹത്തോട് സത്യമറിയിക്കുന്നതിൽ നിന്നും യേശുവിനെ തടഞ്ഞില്ല. ദൈവം യേശുവിനോട് കൂടെയുണ്ട് എന്നുള്ളതിന് തെളിവായി നിക്കോദിമോസ് കണ്ടത് യേശു ചെയ്യുന്ന അടയാളങ്ങളാണ്. അത്ഭുതങ്ങളിൽ ആകൃഷ്ടരായതുകൊണ്ട് മാത്രം യേശു പ്രഖ്യാപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകാൻ ആർക്കും കഴിയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വീണ്ടും ജനനമാണ് ആവശ്യമായിരിക്കുന്നത്. അർത്ഥമനസ്സോടെയുള്ള പ്രതിബദ്ധതയോ വെറും പുകഴ്ത്തലുകളോ മതിയാകുന്നതല്ല. ഇരുളിൻ്റെ മറവിൽ യേശുവിനെ കാണാൻ വന്ന നിക്കോദിമോസിൻ്റെ സമീപനം മതിയാകുന്നതല്ല. വെളിച്ചത്തിൽ യേശുവിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാത്ത ഒരു തടസ്സം അയാളിൽ പ്രകടമാണ്. 2, വീണ്ടും ജനിക്കണമെന്ന ആശയം കർത്താവ് പറഞ്ഞത് നിക്കോദിമോസിന് മനസ്സിലായില്ല, അല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ നടിച്ചു. ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായ നിക്കോദിമോസ് അത് ആക്കാത്തതിനെക്കുറിച്ച് യേശു അത്ഭുതം കൂറുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതാണ് വീണ്ടും ജനനമെന്ന് യേശു പറഞ്ഞു. മേൽത്തരവും ഉന്നതവും ദൈവികവുമായ ക്രമത്തിന് വിധേയപ്പെടുന്ന അനുഭവമാണ് വീണ്ടും ജനനമെന്ന വിവക്ഷ. വെള്ളമെന്നത് ആക്ഷരികമായി വെള്ളമെന്ന അർത്ഥത്തിലല്ല യോഹന്നാൻ ഉപയോഗിക്കുന്നത്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിക്ക് നൽകിയത് കേവല ജലം ആയിരുന്നില്ല. വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം കിണറ്റിൻകരയിൽ വെച്ചിട്ടാണ് ആ സ്ത്രീ പട്ടണക്കാരോട് ദൂതറിയിക്കാൻ പോയത്. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനമായ മഹാദിവസത്തിൽ യേശു വാഗ്ദാനം ചെയ്തതും കേവല ജലമല്ല, തന്നിൽ നിന്നും കുടിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിൻ്റെ നദികൾ കേവല ജലത്തിൻ്റെ അരുവികളുമല്ല. അപ്പോൾ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് വിശ്വാസി വീണ്ടും ജനനം പ്രാപിക്കുന്നത് എന്ന് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. ആത്മാവിനാലുള്ള ശക്തി സംഭരിക്കുന്ന ദൈവമക്കളാണ് ഈ അനുഭവത്തിൽ നിലനിൽക്കുന്നത്. പരിച്ഛേദന സ്വീകരിക്കുകയും തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമായി രക്ഷയുടെ അവകാശികളാണ് എന്ന് വിശ്വസിച്ച് അന്തസാരം നഷ്ടപ്പെട്ട പാരമ്പര്യ പെരുമയിൽ വിശ്വസിച്ചവർക്ക് ഈ യേശു സമീപനം ഒട്ടും സ്വീകാര്യം ആയില്ല. ദൈവകൃപ എന്ന മഹാദാനത്തോട് ക്രിയാത്മകമായി സഹകരിച്ച് വിശ്വാസ സമർപ്പണം നടത്തുന്നവർ മാത്രമാണ് ദൈവരാജ്യ സ്വീകർത്താക്കൾ. വെള്ളത്താൽ വീണ്ടും ജനനമെന്ന ആശയത്തിന് ഒരു വേദപുസ്തക പശ്ചാത്തലമുണ്ട്. യെഹെസ്കേൽ 36-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വേദഭാഗം ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കും.
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഈ ഹൃദയ രൂപാന്തരീകരണമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദഭാഗം നമുക്ക് നൽകുന്നത് ആത്മമാരി കൂടാതെ എങ്ങനെ ജീവിക്കും? ദേശങ്ങൾ വരണ്ടുപോയി, ദൈവമേ കാണണേ. ഈ യോവേൽ പ്രവചനത്തിൻ്റെ കാവ്യാത്മകമായ ഗാനം നമ്മുടെ ഹൃദയത്തിൽ ഇതിനോട് ചേർത്ത് നിർത്താവുന്നതാണ്. അതുകൊണ്ട് പാരമ്പര്യ പെരുമയിലല്ല, വീണ്ടും ജനനത്താൽ മാത്രമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, മനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നത്. കർത്താവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, പുതിയ ദിനത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ചേർന്ന് വരുന്നു. മനസാന്തരത്തിൻ്റെ അനുഭവക്കാരായി, അതിന് തക്ക ഫലമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിർമ്മല ജലം ഞങ്ങളിൽ തളിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളുടെ ജീവിത അരിയയിൽ അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് കർത്താവെ, വാടിപ്പോകാതെ, തകർന്നും തളർന്നും പോകാതെ വണ്ണം ജീവിതങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുത്തൻ അനുഭവങ്ങളിലൂടെ നടത്തണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.